ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു തലേന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ക്യാമറ കൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഒരു സിംഗിൾ കാപ്പിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി വിഷു കണിക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാം സംഘടിപ്പിക്കണം. കണിക്കൊന്നെല്ലാം കൊണ്ടുതരണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് കൊണ്ടുതരുമായിരിക്കും, ഇല്ലെങ്കിൽ അതും സംഘടിപ്പിക്കാൻ ഓടണം. അപ്പോൾ അത്രയ്ക്കാണ് രാവിലത്തെ കാര്യം. അപ്പോൾ അങ്ങനെ പോകെ പോകെ ഓരോരോ കാര്യങ്ങളിങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഓരോരോ വിശേഷങ്ങൾ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാപ്പി കുടിക്കാം. അനിശേട്ടനും ഗൗരിയും എല്ലാവരും നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട്. സാധാരണ ലീവിലെ ദിവസമാണെങ്കിൽ കുറേ നേരം കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വിഷു തലേന്നല്ലേ, അങ്ങ് ഇങ്ങെന്നെല്ലാം പടക്കോലം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കട്ടൻ കാപ്പി വേണ്ട, പിന്നെന്താ വേണ്ടേ? എടുത്താ നാളെ ഫസ്റ്റ് അതിൽ ഒരു പടല പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണി വെക്കായിരുന്നു. ആർക്കും കൊടുക്കുകയും ചെയ്യായിരുന്നു കണി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ വളപ്പം തന്നെയല്ലേ വാഴയെന്നായ കൊലയാണ്. കുറേ ദിവസമായി ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് അല്ലേ, പക്ഷെ പഴുക്കുന്നില്ല. അതുകൊണ്ട് ചാക്കില്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സഞ്ചിയിൽ കെട്ടി വെച്ചതാണ്. ഇന്നേക്ക് കുറച്ച് പഴുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഗൗരിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു. തലേദിവസം രാത്രി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഗൗരിക്ക് ഭയങ്കര വിശപ്പായിരിക്കും രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചോക്കോസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതാകുമ്പോൾ വേഗം ആവുമല്ലോ. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാ എൻ്റെ ചോക്കോസ് ഞാൻ പിടിക്കാം, നല്ല ചൂടുണ്ട്. അപ്പോൾ ഗൗരിക്ക് ചോക്കോസ് മതി എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രാവിലേക്ക് അവൽ ഉപ്മാവാണ്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഫാൻ ഇട്ട് തരാം. അങ്ങനെ ഗൗരീൻ്റെ കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് അവൽ ഉപ്മാവാണ്. ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, പിന്നെ തക്കാളി കുറച്ചിടുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതാ എന്തെന്നത് പച്ചമുളകില്ലാത്തതുകൊണ്ട് വെള്ളക്കാന്നരി കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നിലക്കടലയുണ്ട്. കടുക് തേടെ കിടന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് അവലെല്ലാം നേരത്തെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്, ചായ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവലുപ്മാവെല്ലാം കൂടി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാന്ന്. അപ്പോൾ ഉണ്ടാക്കിയ അവലുപ്മാവിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു കേട്ടോ. അത് ഞാൻ സാധാരണ ഇത് വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കൽ, രാവിലത്തേക്ക് ഉണ്ടാക്കൽ കുറവാണ്. അപ്പോൾ ആ വൈകുന്നേരത്തെ അതേ അളവിൽ തന്നെ ഞാൻ രാവിലത്തേക്ക് ഉണ്ടാക്കി. വൈകുന്നേരം നമ്മൾ അത്രയല്ലേ കഴിക്കും. അപ്പോൾ രാവിലത്തേക്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അത്ര വയറ് നിറഞ്ഞ പോലെ ഉണ്ടായിട്ടില്ല. എന്നാൽ അത്യാവശ്യം തൽക്കാലത്തെ വിശപ്പെല്ലാം ശമിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പാത്രമെല്ലാം കഴുകി വെക്കുന്നുണ്ട്. അന്നേരം കഴുകി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ന് പ്രത്യേകിച്ച്, കാരണം നാളത്തേക്കുള്ള സാധനമെല്ലാം മുറിക്കും എല്ലാം ചെയ്യുന്നതല്ലേ, അപ്പോൾ പാത്രമെല്ലാം കൂടും. അതുകൊണ്ട് അന്നേരം കഴുകി വെക്കാൻ വിചാരിച്ചു. പിന്നെ ആ വാഷ് ബേസിൻ്റെ ഏരിയയിലൊന്ന് ക്ലീനാക്കി, കൗണ്ടർ ടോപ്പിലൊന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇന്ന് നമുക്ക് പുറത്ത് പോകാനുണ്ട്, ടൗണിൽ പോകാനുണ്ട്. സാധനമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മളൊരു സാധനം ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അതും ഇന്ന് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോൾ തിരക്കാവേണ്ടതെന്ന് വെച്ചാൽ എല്ലാം പെട്ടെന്ന് ക്ലീനിങ് എല്ലാം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പഴയ ട്രൈപ്പോഡാണ്, എൻ്റെ ഫസ്റ്റ് ട്രൈപ്പോഡാണ്. അപ്പോൾ അത് അതിൻ്റെ കാലെല്ലാം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനീഷേട്ടൻ ശരിയാക്കുന്നത് കേട്ടോ. അവർ പിന്നെ ടി വിൻ്റെ മുമ്പിൽ തന്നെ രാവിലെ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഗൗരി ചോക്കോസെല്ലാം തിന്ന് തീർത്തിട്ടുണ്ട്. ഇതൊന്നും പിന്നെ ഗൗരിക്ക് എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും. അവളെ ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട്. പിന്നെ അടുക്കളയിൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഒന്ന് അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അടിച്ചു വരെ മാത്രമേ ചെയ്യുന്നില്ല കേട്ടോ, തുടക്കെല്ലാം രാത്രിക്കാണ്. അപ്പോഴേക്കും വിപിനേച്ചി കണിക്കൊന്ന കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണമെങ്കിലും കൊണ്ട് തരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇത് തന്നെ ധാരാളം. ഒരു കുഞ്ഞ് ചക്കയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിപിനേച്ചി അതും കൂടി തന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ലത് വെച്ച് കണി വെക്കാമെന്നല്ല ഞാൻ വിചാരിക്കുമ്പോഴേക്കും കൃത്യസമയത്ത് തന്നെ വിപിനേച്ചി ചക്കയും എത്തിച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ. നമുക്ക് ബന്ധുക്കളൊന്നും അടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല നൈബേഴ്സ് ഉണ്ട്, നല്ല സ്നേഹമാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോരോ ഹെൽപ്പ് എന്തായാലും എല്ലാവരും വന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കയായി, കണിക്കൊന്നയായി. ഇനി തേങ്ങ പറിക്കണം, പിന്നെ കുറച്ച് പച്ചക്കറിയും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ചാൽ മതി. പിന്നെ നമ്മളെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു കേട്ടോ. ഞാൻ ഡ്രസ്സെല്ലാം കട മാറിയിട്ടുണ്ട്, ആ ഒരു കൂതറ വേഷത്തിന് മാറിയിട്ടുണ്ട്. അപ്പോൾ
എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അവർ സാധനം ഇറക്കുമ്പോൾ നമ്മളില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ചോറ് കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചോറ് എന്തെങ്കിലും ഞാൻ ചോറ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായില്ല. അതുകൊണ്ട് കറി വെക്കാനും അങ്ങനെ ഞാൻ മീനോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇല്ലത് വെച്ച് ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു ചോറ് വെക്കണം. ചോറല്ല, കറി വെക്കണം. ചോറുണ്ടിട്ട് സാധനവും കിട്ടിയിട്ടാകുമ്പോൾ പോവാമെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. ഞാൻ മൊത്തം നന്ദി വിളിച്ചു. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ മുകളിൽ ടെറസിലേക്ക് വന്നതാണ്. കുറച്ച് തുണിയെല്ലാം വിരിച്ചിടാനുണ്ടായിരുന്നു, കുറച്ച് ചവിട്ടിയെല്ലാം വിരിച്ചിടാനുണ്ടായിരുന്നു കഴുകിയത്. അപ്പോൾ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞതിന് ശേഷം, വർത്തമാനം പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ചോറ് വെച്ചു, പിന്നെ ഒരു കറി ഉണ്ടാക്കി, പിന്നെ എന്താ പരിപ്പറി ഉണ്ടാക്കി കേട്ടോ. പരിപ്പറി മാത്രമേ ഉണ്ടാക്കിയിട്ട് പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കി, പിന്നെ അലക്കി, അങ്ങനെ കുറേ കാര്യങ്ങളിലും ചെയ്തു ഈ സമയം കൊണ്ട്. ഇപ്പോൾ ഇവിടെ മുകളിൽ നല്ല ചൂടാണ് കേട്ടോ. പക്ഷേ നമ്മളിവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നീല ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ വെയിലടിക്കൂല. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്താ ഇങ്ങനെ ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട്. പിന്നെ ചുറ്റും മരമാണ്, ഫുള്ളും ഇങ്ങനെ ചുറ്റിലും മരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റുണ്ടാവും. ഇങ്ങോട്ട് വെയിലും കൂടി അടിക്കാത്തതുകൊണ്ട് നല്ല സുഖം. അതിൻ്റെ മുകളിൽ നട്ടുച്ചക്കായാലും വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ തുണിയെല്ലാം വിരിച്ചിട്ട് ക്ഷീണത്തിനിടെ വന്നിട്ട് ഇരുന്നതാണ്. അതിന് ചേട്ടൻ കുളിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെന്താ വരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇതുവരെ എത്തിയില്ല കേട്ടോ. ഞങ്ങൾ കാത്തുന്നത് വെറുതായെന്നറിയില്ല. സമയം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ നല്ലോണം തിരക്ക് കൂടൂലേ, വിഷുവിൻ്റെ എല്ലാം തിരക്ക് കൂടും. എന്നാലും സാധനമൊന്നും വാങ്ങിക്കാത്ത സ്ഥിതിക്ക് പോകാതിരിക്കാനും പറ്റില്ല. പിന്നെ അനീഷേട്ടന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കേട്ടോ. പക്ഷേ മിന്നാന്ന് ഞങ്ങളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ എന്താ പറയുക, എന്തെല്ലോ കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. ഇനി പോയി ചോറിനാം. ഇവിടുന്ന് എണീച്ച് പോകാൻ തോന്നുന്നില്ല, നല്ല കാറ്റാണ്. താഴെ പോയാൽ ഭയങ്കര ചൂടായിരിക്കും, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. മുകളിൽ നിന്ന് തുണിയെല്ലാം വിരിച്ചിട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് ഈ വിളക്ക് വെക്കുന്ന തട്ടുണ്ടല്ലോ അവിടെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം ഈ വിളക്ക് വെക്കുന്ന തട്ടെല്ലാം ക്ലീൻ ആക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കണിയെല്ലാം വെക്കുന്നില്ലേ നാളെ. ഇവിടെ അല്ല, ടീൻ്റെ തൊട്ട് താഴെ ടീ പോയി വെച്ചിട്ട് അവിടെയാണ് കണി വെക്കുന്നത്. എന്നാലും ഫോട്ടോവും പിന്നെന്താ വിളക്കെല്ലാം കഴുകി വെച്ചു. ഫോട്ടോയിലൊന്ന് ഒന്ന് തുടച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാട്ടോ തുടക്കൽ. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ തീർന്നുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടച്ചതാണ്. അപ്പോൾ കഴുകിയിട്ട് ഉണക്കി വെച്ച പിന്നെന്താ കിണ്ടിയും വിളക്കും എല്ലാം അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറൂണെല്ലാം വന്ന് പരിപ്പേറി ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്നൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി, അച്ചാറും ഉണ്ട്. ഇത്രയും കൂട്ടിയിട്ട് പെട്ടെന്ന് ചോറൂണെന്ന് വെച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഡെലിവറി ചെയ്യുന്നവരെ വിളിച്ചിട്ട് അവർ പറഞ്ഞ് 5 മണിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല, നമ്മളെ കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ചോറിട്ടിട്ട് നമ്മൾ ടൗണിലോട്ട് പോകാൻ നോക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് മെയിൽ കഴുകി ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ മുടി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മുടിയാണ്, ഭയങ്കര ഇങ്ങനെ പാറി നിൽക്കുന്ന മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സിറം വേണം. അപ്പോൾ സിറം ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചത് ട്രെസമേൻ്റെ ഒരു സിറാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല സാധനമാണ്. അപ്പോൾ അങ്ങനെ ഗൗരീനെ ഫസ്റ്റ് തന്നെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഒരു ബ്ലാക്ക് ടോപ്പും അതിൻ്റെ ഒരു ബോട്ടമാണ് ഔട്ട്ഫിറ്റ്. ആദ്യം അനീഷേട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് പച്ചക്കറിയും പിന്നെന്താ കണി വെക്കാനുള്ള ബാക്കിയുള്ള സാധനവും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. 5 മണിയാകുമ്പോഴേക്ക് അവർ വീണ്ടും ഡെലിവറി ചെയ്യാൻ വേണ്ടി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നില്ലത്. എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തുള്ള ഗീതേച്ചിൻ്റെ അവിടെ സാധനം ഇറക്കി വെക്കാൻ പറയണം. അത്രയ്ക്കാണ്. നമ്മൾ ആദ്യം പോയത് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഇതുപോലെ ഇങ്ങനെ ഒരു അക്വാ ഷോ നടക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഫെയറൊക്കെ നടക്കുന്നുണ്ട്, മേളയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒന്ന് പോയി. അപ്പോൾ അവിടുന്ന് നൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെരിയയിലെ അമ്മക്കും പിന്നെ അമ്മായിക്കും വയനാട്ടിലെ അമ്മക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അവിടുന്ന് പിന്നെ ഗൗരിക്ക് വേണ്ട സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ടൗണിൽ അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങോട്ടൊക്കെ നല്ല തിരക്കുണ്ടാവും, പ്ലാസേൻ്റെ അങ്ങോട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അനീഷേട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ലീഡ് എന്നാന്ന് തോന്നുന്നു, ആ ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. പ്ലാസക്കുള്ള റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മോ, എനിക്ക് വീഡിയോ പോയി ഇതൊരു സൈഡിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ക്യാമറയും കൊണ്ട് പോയാൽ ചിലപ്പോൾ ആൾക്കാർ ക്യാമറയും തട്ടി തെറിപ്പിച്ച് പോകും, അത്രയും തിരക്കുണ്ടായിരുന്നു.
അപ്പോൾ അവിടുന്ന് പച്ചക്കറിയെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങളിത് പുതിയരൂലേക്ക് വന്നതാണ്. പുതിയരൂൽ പടക്കം നമ്മൾ ഇന്നലെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി വാങ്ങിക്കാമെന്നില്ല കണക്കിന് പുതിയരൂലേക്ക് വന്നാൽ പുതിയരൂലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ നല്ല ബ്ലോക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വിഷുവിൻ്റെ സാധനം വാങ്ങിക്കാറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് കരിയിലയും, മുറ്റത്തല്ല പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് കുറച്ച് കരിയിലയും എല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് വാരിക്കൂട്ടി കത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നാളത്തേക്കുള്ള പച്ചക്കറിയെല്ലാം കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കണം, പുളിയിഞ്ചി ആക്കി വെക്കണം, അങ്ങനെ കുറച്ച് പണിയെല്ലാം ഉണ്ട്. സാധനമെല്ലാം ഞാൻ ഓരോന്ന് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പോയി അടിച്ചു വാരിയിട്ട് ഒന്ന് കത്തിക്കട്ടെ. സന്ധ്യ ആവാൻ പോകുന്നതല്ലേ, എന്താ വിളക്ക് വെക്കേണ്ട സമയമല്ലേ, ഏകദേശം ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പോയി കത്തിക്കട്ടെ. എന്ത് പറ്റി? ചൊറിയുന്നുണ്ടോ? പറഞ്ഞിട്ടില്ലേ ചെരുപ്പ് നടക്കല്ലേ നടക്കല്ലേന്ന്? പിന്നെ ഗൗരീൻ്റെ കാലിന് ആ കറുത്ത ടൈപ്പ് കട്ടുറുമ്പില്ലേ, ആ കട്ടുറുമ്പ് കടിച്ചിട്ട് കാലിലാകെ ഉണ്ടാ ഒരു വീങ്ങി നിൽക്കുന്നുണ്ട്. അതിന് മഞ്ഞളല്ല മഞ്ഞളും എന്തെല്ലാം മരുന്നെല്ലാം ചേർത്തിട്ട് ഒരു പൊടി ഉണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ചൊറിച്ചിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഒരു 5:30 നമ്മൾ ബുക്ക് ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. ഒരു LGൻ്റെ AC ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും വിഭിനയിച്ചിതാ ഞാൻ ആദ്യം രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടു തന്നതാണ്. നല്ല അടിപൊളി അപ്പമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സമയം ഒരു 6:30 ആയിട്ടുണ്ടേന്. വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളത്തേക്കുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. ഇന്നത്തെ 2ാമത്തെ കുളിയാണ് കേട്ടോ. ഇനിയിപ്പം രാത്രി കണിയെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഒരു കുളിയും കൂടിയിട്ട്. ഭയങ്കര ചൂടാണ്, കുളിക്കാതിരിക്കാൻ പറ്റില്ല. വെറുതെ ഒന്നിങ്ങനെ വെള്ളമെങ്കിലും കോരി ഒഴിച്ചില്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അങ്ങനെ ഇനി ഞാൻ ചായ വെക്കട്ടെ. 6:30 കഴിഞ്ഞു. ചായ കുടിക്കാം. എടുത്തോ കുഞ്ഞു കഴിച്ചോ? കഷ്ണമല്ല ഫുള്ള് കഴിച്ചോ? കഷ്ണമല്ല മൊത്തം കഴിക്കണം. ഇവിടെ കണ്ണൂർ പുതിയൊരുവിൽ ഒരു കടയുണ്ട്, മറ്റേ എന്താ 5 രൂപക്ക് 8 രൂപക്കെല്ലാം എണ്ണക്കടി കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ, എണ്ണ പലഹാരങ്ങൾ കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് ബോണ്ടിയും, കുറച്ചല്ല 2 ബോണ്ടിയും പിന്നെ ഒരു 4ഓളം പരിപ്പ് വടയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പഴംപൊരിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി നമ്മൾ ചായ കുടിക്കുന്ന. ഗൗരിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പഴംപൊരി അത്ര ഇഷ്ടമല്ല, അവിടെ വീട്ടിലുണ്ടാക്കിയ കഴിക്കുന്നല്ലാതെ. അപ്പോൾ അതിൻ്റെ പകുതി എനിക്ക് ചേട്ടനാണ് കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിച്ച് അതെല്ലാം കൂട്ടി ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ വിഷുവിൻ്റെ മെയിൻ പരിപാടി പടക്കം പൊട്ടിക്കൽ തന്നെ. പടക്കം പൊട്ടിക്കുന്ന പടക്കം എന്തോ ഒരൈറ്റം മാത്രമേ വാങ്ങിച്ചിട്ട്, ബാക്കിയെല്ലാം ഈ കത്തിക്കുന്ന സംഭവം ഉണ്ടല്ലോ, കമ്പിത്തിരി, പൂക്കുറ്റി, നിലച്ചേക്കറ, മത്താപ്പ്, അങ്ങനത്തെ എല്ലാം കേട്ടോ. അധികം ഇങ്ങനെ പൊട്ടുന്ന പടക്കത്തിനോട് വലിയ താല്പര്യമില്ല. പൊട്ടിക്ക്. വരുമോ? അടുത്തേക്ക് വരുമോ? ഇപ്പൊ പേടിയെല്ലാം പോയില്ലേ? ഇപ്പൊ ഗൗരീൻ്റെ പേടിയെല്ലാം പോയി, ഒറ്റക്ക് തന്നെ കത്തിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ കൊള്ളാം. അതെ എടാ ഇങ്ങോട്ട് നോക്കടാ ഗൗരി. അച്ഛനെ താടി കത്തി പോവും. പടക്കം പൊട്ടിക്കലിനും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള സാധനമെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാനുണ്ട്. ചേട്ടൻ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി പറ്റില്ലല്ലോ. നാളെ സദ്യ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഒരുപാടൊന്നുമില്ലെങ്കിലും ഒരു 10ഓളം ഐറ്റം എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ നേരത്തെ കണ്ണൂർ പോയപ്പോൾ ഗ്രീൻസിലും കൂടി കയറിയിട്ട് കുറച്ച് പായസത്തിൻ്റെ ലൈറ്റും കായം അതുപോലെ സാധനമെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുറത്തിലേക്ക് എടുത്തു വെക്കലാന്ന് അടുത്ത പണി. ഏതെല്ലാം അവിയൽ ഉണ്ടാക്കുന്നുണ്ട്, കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ട്, പച്ചടി കിച്ചടി എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനമെല്ലാം അരിഞ്ഞു വെക്കണമല്ലോ. അരിഞ്ഞരിഞ്ഞ് ഓരോരോ സെപ്പറേറ്റ് ടിന്നിലുണ്ടാക്കി ആക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കണി വെക്കുമ്പോൾ കുറേ ധാന്യങ്ങൾ വെക്കൂലേ, അതിൻ്റെ ഒരു പാക്കറ്റാന്ന് തോന്നുന്നു. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല, അവർ ഒന്നിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടതാണ്. ഇപ്പം ഞാനെടുത്ത് തുറക്കുമ്പോൾ ഇത് കാണുന്നില്ല. ഇതെല്ലാം പച്ചക്കറിയെല്ലാം നേരെ എടുത്ത് വെക്കുമ്പോൾ ഇത് കാണുന്നില്ലത്. എന്തായാലും ഇതിപ്പോൾ കണി വെക്കുമ്പോൾ നാളെ അതിൻ്റെ കൂട്ടത്തിലേക്ക് വെക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്.
ആ നാളെ സദ്യ, വിഷു സദ്യ. സദ്യക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സമയം 8:30 ഇനി ഒരു 10 മണിയാകുമ്പോഴെങ്കിലും എനിക്ക് ഉറങ്ങണം. എന്നാൽ മാത്രം നാളെ 4 മണിക്ക് മുമ്പ് എണീക്കാൻ പറ്റും. കണി എല്ലാം വെച്ച്, കണി ഇന്ന് തന്നെ ഏകദേശം എല്ലാം സെറ്റാക്കി വെക്കും. നാളെ ഒന്ന് കണി കാണുമ്പോൾ ഒരുപാട് അങ്ങ് ലേറ്റായിട്ട് പിന്നെ എന്താ കണി വെക്കാൻ പാടില്ലല്ലോ, പക്ഷെ കണി കാണാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ 4 മണിക്ക് തന്നെ അനക്കല്ലേ ഗൗരി, പിന്നെ 4 മണിക്ക് തന്നെ എണീക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ 4 മണിക്ക് മുമ്പേ എണീക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ ഉറങ്ങണം അല്ലേ, വേഗം പരിപാടിയെല്ലാം തീർത്തിട്ട് ഉറങ്ങണം. ഗൗരിമോക്ക് ഒരു കട്ടിംഗ് ബോർഡും പിന്നെ ഈ മിക്സീൻ്റെ ഒന്നിച്ച് കിട്ടുന്ന ഒരു കത്തി പോലത്തെ സാധനം ഉണ്ടല്ലോ, അതെല്ലാം കൊടുത്തിട്ട് ആടെ ഇരുത്തിയിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ്. ശർക്കര ഇടാൻ ഞാൻ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് ഉരുക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇഞ്ചി അരിയാനുണ്ട്. അനീഷേട്ടന് എനിക്ക് നാളത്തേക്കുള്ള തേങ്ങ ചിരണ്ടി തരുന്നുണ്ട്. അങ്ങനെ ഓരോരാളും ഓരോരോ പണിയിൽ ഭയങ്കര ബിസിയാണ്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിയലിന് വേണ്ടത് വേറെ, കൂട്ടുകാർക്ക് വേണ്ടത് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് വെക്കല. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം കൂടി പെട്ടെന്ന് തന്നെ കലക്കിയിട്ട് ഉണ്ടാക്കിയിട്ടാണ്. എനിക്ക് എന്തോ ഉണ്ണിയപ്പം കണിയിൽ വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തോ പോലെ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി. പിന്നെ കണ്ട ഇതാണ് എൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കളേൻ്റെ അവസ്ഥ. ടേബിൾ നിറച്ചും ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. കൗണ്ടർ ടോപ്പും ഒട്ടും കുറവല്ല, എന്നാലും ടേബിളിനെക്കാട്ടിയും വൃത്തിയുണ്ട്. പിന്നെ ഇതാ പാത്രമെല്ലാം കഴുകുന്നത് അവിടെ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇനി കഴുകണം അത്രേ. തേങ്ങയെല്ലാം ചിരകി ഇനി അതൊരു ടിന്നിലേക്ക് ഇട്ട് വെക്കണം. പിന്നെ ഇത് ഓരോരു കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഓരോരു പീസാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എടുത്ത് തന്നിട്ടില്ല കേട്ടോ അടുക്കളയിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇതെല്ലാം ക്ലീനാക്കിയിട്ട് ഒന്ന് എന്താ പറയുക, മൊത്തത്തിൽ അങ്ങ് ക്ലീനാക്കിയിട്ട് വേണം എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. എത്രയാവുമെന്ന് ദൈവത്തിനറിയാം, തല ഇറങ്ങുന്നതെല്ലാം കാണുമ്പോൾ തന്നെ. പക്ഷെ നാളത്തേക്കുള്ള പണി കുറച്ച് കുറഞ്ഞു കിട്ടിയല്ലോ എന്ന് അറിയിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ, അതിനുശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച് ക്ലീൻ ആയതിനു ശേഷം ഇട്ടതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ അടുക്കള. സത്യം പറഞ്ഞാൽ ഞാൻ സൈഡായി പോയിട്ടോ, വല്ലാണ്ട് ക്ഷീണിച്ചു പോയി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ പെട്ടെന്നൊന്ന് മേല് കഴുകി കണീൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പോവാമെന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഷു തലേന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വിഷു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.